നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ ആരോപണം ശക്തമായി ഉയർത്തി കോഴിക്കോട്ടെ UDFന്റെ മഹാറാലി. കേരളത്തിൽ UDFനെതിരെ മത്സരിക്കുന്നത് CJP ആണ് എന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും കേരളത്തിലെ വികസന ആരോഗ്യ മുരടിപ്പിനും ജനം തെരഞ്ഞെടുപ്പിൽ മറുപടി പറയുമെന്ന് നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ സമ്മേളനത്തിനെത്തിയ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. There is a secret understanding between CPIM and BJP in Kerala and it has a name, Communist Janata Party. BJP is fielding weak candidates especially to help LDF. തദ്ദേശ തിരഞ്ഞെടുപ്പിന് സമാനമായി ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDFന്റെ പ്രചാരണ ആയുധമാവുകയാണ്. അയ്യപ്പന്റെ സ്വത്ത് കട്ടവരാണിവർ, സ്വർണം കട്ടവരാണിവർ. ജനമെല്ലാം മറന്നു എന്നാണോ പിണറായി വിചാരിക്കുന്നത്? 2019 നടന്നതും മറന്നിട്ടില്ല, ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ളയും മറന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ 5 ഗ്യാരണ്ടിയിൽ VD സതീശന്റെ ഉറപ്പ്. ആധികാരികമായ ചർച്ചകൾ UDFും കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് നടപ്പാക്കാനുള്ള ആർജവവും അത് നടപ്പാക്കാനുള്ള പദ്ധതികളും അതിനായി ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള ഉത്തരവാദിത്വവും UDFനുണ്ട്. നേരിട്ടെത്തിയില്ലെങ്കിലും രാഹുൽ ഗാന്ധി വീഡിയോ കോളിലൂടെ പ്രവർത്തകർക്ക് ആവേശം പകർന്നു. Defeat the corrupt LDF, expose the BJP's politics of hate, let Kerala breathe again. Kerala will win, UDF will lead, Jai Kerala, Jai UDF. കോൺഗ്രസ് ദേശീയ നേതാക്കളായ ദീപാദാസ് മുൻഷി, സച്ചിൻ പൈലറ്റ്, മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, K സുധാകരൻ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. അതേസമയം സമ്മേളന നഗരിയിൽ രാഹുൽ ഗാന്ധിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ചിത്രങ്ങൾ മാത്രം പതിച്ച തൊപ്പിയും വിശറിയും വിതരണം ചെയ്തത് നേതൃത്വം ഇടപെട്ട് നിർത്തിവെച്ചു. CPM BJP സഖ്യം കൂടുതൽ കടുപ്പിക്കുകയാണ് UDFന്റെ മഹാറാലി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ട്രെൻഡ് അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.